Hi friends, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മയോണൈസിന്റെ റെസിപ്പി ആയിട്ടാണ്. എഗ്ലെസ് മയോണൈസിന്റെ റെസിപ്പി ആയിട്ടാണ്. സ്പൈസി ആയിട്ടുള്ള ഒരു മയോണൈസിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഈ മയോണൈസ് വെച്ചിട്ട് കുഞ്ഞി സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മയോണൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിലാണ് ചേർത്ത് കൊടുക്കുന്നത്. മെഷറിംഗ് കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ഒരു ഗ്ലാസ്സിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ എടുത്ത ആ കപ്പിൽ തന്നെയാണ് 1 കപ്പ് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു 20 സെക്കൻഡ് മാത്രം ഇങ്ങനെ അരച്ചെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് കൂടി സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് 2 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 20 സെക്കൻഡോളം തന്നെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇതാ ഇപ്പോൾ മയോണൈസ് റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഈർത്തിക്കിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. 20 സെക്കൻഡ് മാത്രം ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇതാ ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള മയോണൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മയോണൈസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് കമൻസ് അറിയിക്കണം. അപ്പോൾ ഈ ഒരു മയോണൈസ് വെച്ചിട്ട് ഞാനൊരു സിമ്പിൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സാൻഡ്വിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം കേട്ടോ. ബെല്ലൈക്കണിലെ ഓൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.